Good morning, students. Our next topic is activity ratios. Before that, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള റേഷ്യോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് കുട്ടികൾ ചെയ്യണം. ഹോംവർക്ക് ചെയ്ത് കുട്ടികൾ അതെനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തിട്ടുള്ള, അതായത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തൊട്ട് മുൻപുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള ഹോംവർക്കുകൾ ഏറെക്കുറെ ഒരു 95-96% കുട്ടികൾ ചെയ്തു. 1-2 കുട്ടികളാണ് ഓരോ ക്ലാസ്സിൽ ഒഴിഞ്ഞു നിൽക്കുന്നത്. അവർ കൂടി അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ ഹോംവർക്ക് ഞാൻ പറയാം. പ്രോബ്ലം പേജ് നമ്പർ 269, നിങ്ങളുടെ പുതിയ ടെക്സ്റ്റിലെ 269 പേജിൽ ഇല്ലസ്ട്രേഷൻ 9 ആണ്, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 8 ആണ്. 8 കഴിഞ്ഞിട്ടുള്ള 9th ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം, പേജ് നമ്പർ 269 ഇല്ലസ്ട്രേഷൻ 9 ആണ് നമുക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് റേഷ്യോസിലേക്ക് കടക്കാം. അടുത്ത ടൈപ്പ് ഓഫ് റേഷ്യോസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി റേഷ്യോസ് ഓർ ടെസ്റ്റ് ഓഫ് ടേൺ ഓവർ ആക്ടിവിറ്റീസ്. ഒന്നുകൂടി പറയാം, ആക്ടിവിറ്റി റേഷ്യോസ് ഓർ ടെസ്റ്റ് ഓഫ് ടേൺ ഓവർ ഓഫ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് ഓഫ് ടേൺ ഓവർ ഓഫ് ആക്ടിവിറ്റീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന റേഷ്യോസാണ്. ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദ യൂസ് ഓഫ് റിസോഴ്സസ് ബോത്ത് ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം. ഈ റേഷ്യോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ റേഷ്യോ വെച്ച് മെഷർ ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്ന റേഷ്യോസിനെയാണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. എന്ത് ബേസിലാണ് ഇവർ എത്രത്തോളം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ് എത്രത്തോളം നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള, അല്ലെങ്കിൽ ലോങ് ടൈമും ഷോർട്ട് ടൈമും ആയിട്ടുള്ള റിസോഴ്സസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ മാനേജ്മെൻറ്റ്, നമ്മുടെ ബിസിനസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള റേഷ്യോസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന റേഷ്യോസിനെയാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ടേൺ ഓവർ റേഷ്യോസ് റിഫ്ലക്ട്സ് ദ സ്പീഡ് അറ്റ് വിച്ച് അസറ്റ്സ് ആർ യൂട്ടിലൈസ്ഡ് ഇൻ എഫക്റ്റിംഗ് സെയിൽസ്. അതായത് ഈ റേഷ്യോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ റേഷ്യോസ് നമ്മുടെ റിസോഴ്സസ് സെയിൽസാക്കി മാറ്റാനുള്ള സ്പീഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മുടെ സെയിൽസ് സ്പീഡിയാക്കി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ സെയിൽസ് നടത്തുന്നതിനുള്ള ടേൺ ഓവർ എഫക്റ്റ് ചെയ്യുന്ന ആ റിലേഷൻഷിപ്പിനെ പഠിക്കുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. എ ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഫണ്ട്സ് ബൈ മാനേജ്മെൻറ്റ് ഇൻ ജനറേറ്റിംഗ് മോർ സെയിൽസ്. ഒരു ഹയർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് ആക്ഷനാണ്. അതായത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. ഹയർ റേഷ്യോ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, നമ്മൾ എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് വർക്ക് ചെയ്യുന്നത്, നല്ല രീതിയിൽ എല്ലാവരും സെയിൽസ് നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് നടത്തുന്നതെന്നാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ടേൺ ഓവർ റേഷ്യോസ്. ഏതൊക്കെയാണ് ടേൺ ഓവർ റേഷ്യോസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? നമുക്കിവിടെ 6 റേഷ്യോസാണ് ടേൺ ഓവർ റേഷ്യോസിൽ പറയുന്നത്. ഒന്നാമത്തെ റേഷ്യോ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ രണ്ടാമത്തെ റേഷ്യോ. അപ്പോൾ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ അറിയാം, ഇൻവെൻ്ററിയും ടേൺ ഓവറും തമ്മിലുള്ള, ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സെയിൽസ് എന്നാണ് അർത്ഥം. പക്ഷേ ഇൻവെൻ്ററി എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് നമ്മൾ എപ്പോഴും എന്താണ് കോസ്റ്റ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻവെൻ്ററി ടേൺ ഓവറിൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് ഒഴിവാക്കിയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളവിടെ ടേൺ ഓവറായിട്ട് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ആണ്. ഡെപ്റ്റേഴ്സിൻ്റെ ടേൺ ഓവർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? 3 ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, 4 ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ, 5 ഫിക്സഡ് അസറ്റ്സ് ടേൺ ഓവർ റേഷ്യോ, 6 വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇങ്ങനെ 6 റേഷ്യോസ് ആണ് നമ്മൾ ഏത് ഹെഡിൽ പെടുത്തുന്നത്? ആക്ടിവിറ്റി റേഷ്യോസ് ഓർ ടെസ്റ്റ് ഓഫ് ടേൺ ഓവർ ഓഫ് ആക്ടിവിറ്റീസ്. എന്താണ് ഈ 6 റേഷ്യോസിനെ പറയുന്ന മെയിൻ ഹെഡ്, അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്ന റേഷ്യോസാണ്? ആക്ടിവിറ്റി റേഷ്യോസിൽ പെടുന്ന റേഷ്യോസാണ്, അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ടേൺ ഓവർ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന മെയിൻ ഹെഡിൽ വരുന്ന റേഷ്യോസാണ്. അതിൽ ഒന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെൻ്ററി ടേൺ ഓവർ ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ITR ഓർ STR എന്നുള്ള 2 പേരുകളിൽ അതറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻ്ററി.
ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി. ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് ഇൻവെൻട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അതായത് സെയിൽസിൽ നിന്ന് പ്രോഫിറ്റ് മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മാറ്റിയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസും ആവറേജ് ഇൻവെൻട്രിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി. ഇനി എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിലും അതിനെ ഡീറ്റെയിൽസിലേക്ക് വരാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. സെയിൽസിൽ നിന്ന് എന്ത് കുറയ്ക്കുക, ഗ്രോസ് പ്രോഫിറ്റ് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്ത് എന്നിട്ട് എന്ത് കുറയ്ക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനായിട്ടുള്ള കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ആലോചിച്ചാൽ മതി. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിട്ടാണ് എന്ത്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് ബൈ സൈഡിലുള്ളതായിട്ടാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് എന്ത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുക. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അതിനെ ഡിവൈഡ് ചെയ്യുന്ന ആവറേജ് ഇൻവെൻട്രി ആണ്. ആവറേജ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഉള്ള ആവറേജ് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഒരു വർഷം നമ്മുടെ കയ്യിലുള്ള ആവറേജ് എമൗണ്ട് ഓഫ് സ്റ്റോക്കിനെയാണ് നമ്മൾ ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ആവറേജ് ഇൻവെൻട്രി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡ് ബൈ 2. ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡ് ബൈ 2 ആണ് ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇനി ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദ റാപ്പിഡിറ്റി ഓഫ് ടേൺ ഓവർ ഓർ ദ സ്പീഡ് അറ്റ് വിച്ച് ഇൻവെൻട്രി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക് സെയിൽസ്. ഈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ പ്രെഡിക്ട്സ് ഓർ റിസൾട്ട്സ് ഓർ examining the speed at which the stock turnover into അല്ലെങ്കിൽ turned into sales. The speed of stock turned into sales. അതായത് സ്റ്റോക്ക് എത്ര സമയം എടുത്തിട്ടാണ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ എന്താണ്, എ ഹൈ ടേൺ ഓവർ റേഷ്യോ സേ 5 to 8. A high turnover ratio, that is 5 to 8 times, indicates a better efficiency in sales. സാധാരണഗതിയിൽ ഹൈ ടേൺ ഓവർ റേഷ്യോ ആയിട്ടുള്ള 5 മുതൽ 8 വരെയുള്ള 5, 6, 7, 8 ഇത്തരം റേഷ്യോസിന് എന്തായിട്ട് പറയുന്നു, ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റേഷ്യോ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി ഇൻ സെയിൽസ്, ആ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസിയാണ് അവിടെ കണ്ടുവരുന്നത്. എ ലോ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഇൻഎഫിഷ്യൻസി ഇൻ സെയിൽസ് ആൻഡ് കീപ്പിംഗ് ടു മച്ച് സ്റ്റോക്ക്. അതായത് ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഎഫിഷ്യൻസിയും അതുപോലെ തന്നെ എന്താണ്, ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കൈവശം വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഈ ലോ റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ഡ്യൂ ടു ഇൻഫീരിയർ ക്വാളിറ്റി ഗുഡ്സ്, പുവർ സെല്ലിംഗ് ലൈൻസ് ഓർ ഒബ്സൊലേറ്റ് ഐറ്റം. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേടുവന്നിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം, നമ്മുടെ വളരെ മോശമായിട്ടുള്ള സെല്ലിംഗ് പോളിസി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒബ്സൊലേറ്റ് ആയിട്ടുള്ള കേടുവരാവുന്ന ടൈപ്പുള്ള പ്രോഡക്ട്സ് ആയിരിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ദോ ടേൺ ഓവർ മീൻസ് സെയിൽസ്. ഇവിടെ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലും നമ്മൾ സ്വാഭാവികമായിട്ടും സെയിൽസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുക. എങ്കിലും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയും. എന്താണ് കാരണം, സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ച കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. കാരണം
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് ഇൻവെൻ്ററി അല്ലെങ്കിൽ ഇൻവെൻ്ററി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എന്താണ് കോസ്റ്റിൽ കാണുന്ന ഒരു ഐറ്റമാണ്, കോസ്റ്റിൽ വിലയിരുത്തുന്ന അല്ലെങ്കിൽ കോസ്റ്റിൽ മെഷർ ചെയ്യുന്ന അസസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്, ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇനി ഓൾട്ടർനേറ്റീവ്ലി ആവറേജ് ഇൻവെൻ്ററി മേ ബി കാൽക്കുലേറ്റഡ്, ആവറേജ് ഇൻവെൻ്ററി ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. ഇനി ആവറേജ് ഇൻവെൻ്ററി കാണാൻ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ഇൻവെൻ്ററി കാണുന്ന ടൈപ്പ് ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ പിന്നെയും എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസും ഇതിൽ നിന്ന് കാണാം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻവെൻ്ററി ഇൻറ്റു ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇവിടെ ഈ റേഷ്യോ, ഈ ബേസിക് ആയിട്ടുള്ള റേഷ്യോ ഉപയോഗിച്ചിട്ട്, അതായത് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ITR ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി എന്നുള്ള റേഷ്യോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് ഇൻവെൻ്ററി കണ്ടുപിടിക്കാൻ ഇത് തിരിച്ചിട്ടാൽ മതി. അതായത് കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് കാണാൻ വേണ്ടി ആവറേജ് ഇൻവെൻ്ററി ഇൻറ്റു ആവറേജ് ടേൺ ഓവർ റേഷ്യോ ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് കുട്ടികളിത് ഈ റേഷ്യോ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തിരിച്ചു മറിച്ചൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധാരണ പറയാം, ഈ റേഷ്യോസൊക്കെ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ്. ബൈ ഹാർട്ട് പഠിച്ചാലാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻ്ററി ആണ് ഇക്വേഷൻ. ഇത് നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള സ്റ്റോക്ക് എത്ര സമയം എടുത്തിട്ടാണ് സെയിൽസായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ എത്ര സമയമാണ് നമ്മുടെ സ്റ്റോക്ക് കടയിൽ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം കൊണ്ടാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് സ്റ്റോക്ക് സെയിൽസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സമയത്തിനാണ്, ഈ സ്പീഡ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള റേഷ്യോനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിനോട് അനുബന്ധമായിട്ട് ഏജ് ഓഫ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര സമയം നമ്മൾ സ്റ്റോക്ക് കടയിൽ വെക്കുന്നു, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ ബിസിനസ്സിൽ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഏജ് ഓഫ് ഇൻവെൻ്ററി. ഏജ് ഓഫ് ഇൻവെൻ്ററി മീൻസ് ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പീരീഡ് ഫോർ വിച്ച് ഇൻവെൻ്ററി ഈസ് കെപ്റ്റ് ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ. ദ പീരീഡ് ഫോർ വിച്ച് ഇൻവെൻ്ററി ഈസ് കെപ്റ്റ് ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുന്നത് വരെ എത്ര സമയം ഈ ഇൻവെൻ്ററി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, അതിനെയാണ് ഏജ് ഓഫ് ഇൻവെൻ്ററി എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇക്വേഷനിലേക്ക് പോവാം. ഏജ് ഓഫ് ഇൻവെൻ്ററി ഈസ് ഈക്വൽ ടു 365 or 12. 365 എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഡേയ്സിലെ ആൻസർ വേണമെങ്കിൽ നമ്മൾ 365 വയ്ക്കും. അതെല്ലാം മന്ത്സിലാണ് നമുക്ക് ആൻസർ നമുക്ക് ചെയ്യേണ്ടത്, മന്ത്സിലാണെങ്കിൽ നമ്മൾ 12 വയ്ക്കും. 365 or 12 ഡിവൈഡഡ് ബൈ ITR ഓർ ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ. ഓർ ഇത് വേറൊരു ഇക്വേഷനിലൂടെ നേരിട്ട് കാണാം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാം. ആവറേജ് ഇൻവെൻ്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹോൾ ഇൻറ്റു 365 or 12. ഞാൻ ഒന്നുകൂടി പറയാം. ആവറേജ് ഇൻവെൻ്ററി ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഹോൾ ഇൻറ്റു 365 or 12. അങ്ങനെയും നേരെ ഇട്ട് കാണാം. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഓപ്പണിംഗ് ഇൻവെൻ്ററി, ക്ലോസിംഗ് ഇൻവെൻ്ററി മേ ബി യൂസ്ഡ്. ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ് എന്താണ്, ആവറേജ് ഇൻവെൻ്ററി ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളോട് പറയുകയാണ്, ഈ ആവറേജ് ഇൻവെൻ്ററി കാണാൻ നമുക്ക് ഓപ്പണിംഗ് ഇൻവെൻ്ററിയും ക്ലോസിംഗ് ഇൻവെൻ്ററി അറിയണം. ഓപ്പണിംഗ് ഇൻവെൻ്ററിയും ക്ലോസിംഗ് ഇൻവെൻ്ററി അറിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആവറേജ് ഇൻവെൻ്ററി കാണാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് ഈ രണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്താണ്, ഓപ്പണിംഗ് ഇൻവെൻ്ററി തന്നിട്ടില്ലെങ്കിൽ ക്ലോസിംഗ് ഇൻവെൻ്ററി കൺസിഡേർഡ് ആസ് എന്താണ്, ആവറേജ് ഇൻവെൻ്ററി. ക്ലോസിംഗ് ഇൻവെൻ്ററി നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ആവറേജ് ഇൻവെൻ്ററി ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച, ഇപ്പോൾ നമ്മൾ ഒരുപാട് റേഷ്യോസ് പഠിച്ചു, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട റേഷ്യോ എന്ന് പറയുന്നത് ഇൻവെൻ്ററി ടേൺ ഓവർ റേഷ്യോ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഏജ് ഓഫ് ഇൻവെൻ്ററി അതും പ്രധാനപ്പെട്ട റേഷ്യോ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. എങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കാണാം നോക്കാം. പ്രോബ്ലം ഞാൻ വായിക്കാം. പ്രോബ്ലം പേജ് നമ്പർ 271, കുട്ടികളുടെ ബുക്കിലെ എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ബുക്കിലെ പേജ് നമ്പർ 271, ഇല്ലസ്ട്രേഷൻ 10 ആണ്. അതിൽ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അതിനോട് നമ്മളോട് ചോദിച്ചിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഞാൻ വായിക്കാം. നെറ്റ് സെയിൽസ് 3 lakh ആണ്. ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ്.
ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000, ക്ലോസിംഗ് സ്റ്റോക്ക് 45,000. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് കാണണം? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പം നമുക്ക് നോക്കാം. ITR ഈസ് ഈക്വൽ ടു, നേരത്തെ നമ്മൾ ഇക്വേഷൻ പറഞ്ഞാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ, ഞാനൊരു പേര് കൂടി എഴുതുന്നുണ്ട് കുട്ടികൾക്ക് അറിയാൻ വേണ്ടി, ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് ഡിവൈഡഡ് ബൈ എന്താണ്, ആവറേജ് ഇൻവെൻ്ററി അല്ലെങ്കിൽ ആവറേജ് സ്റ്റോക്ക്. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതായത് CGS, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, GP തന്നിട്ടുണ്ട്. സെയിൽസ് എത്രയാണ്? സെയിൽസ് 3 ലക്ഷമാണ്. അപ്പോൾ സെയിൽസ് മൈനസ് നെറ്റ് സെയിൽസ് മൈനസ് GP ആണ് അല്ലേ? സെയിൽസ് മൈനസ് GP എന്ന് പറയുന്നത് 20% ആണ്. എന്തിൻ്റെയാണ് 20%? 20% ഓൺ സെയിൽസ് ആണ്. 20% ഓൺ സെയിൽസ്. അപ്പോൾ ഇവിടെ നമുക്ക് 60,000 അല്ലേ? ഈസ് ഈക്വൽ ടു 3 lakh മൈനസ് 60,000 ഈസ് ഈക്വൽ ടു 2,40,000, 2,40,000. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമ്മുടെ എന്ത് കാണണം? ആവറേജ് ഇൻവെൻ്ററി കാണണം അല്ലേ? ആവറേജ് ഇൻവെൻ്ററി ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെൻ്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻ്ററി ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് ഇൻവെൻ്ററി എത്രയാ? ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 ആണ്. 35,000 പ്ലസ് 45,000 ഹോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 35 പ്ലസ് 5 40 പ്ലസ് എത്രയാണ്? 35 5 40 40 80 അല്ലേ? 80,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാ? 40,000. Then ITR is equal to inventory turnover ratio is equal to cost of goods sold. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 2,40,000 ഡിവൈഡഡ് ബൈ 40,000. 2,40,000 ഡിവൈഡ് ബൈ 40,000 അല്ലേ? 2,40,000 ഡിവൈഡ് ബൈ 40,000. അപ്പോൾ എത്ര കിട്ടുക? 40,000 is equal to 6 times. 6 ഇരട്ടി. അപ്പോൾ നമ്മുടെ എന്താണ്, നമ്മൾ 40,000 എന്ന് പറയുമ്പോൾ 6 ഇരട്ടി. നമ്മൾ പറയില്ലേ 40,000 രൂപയുടെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് 40,000 രൂപ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ അതിൻ്റെ 6 ഇരട്ടി ബിസിനസ് നമുക്കുണ്ട്. മനസ്സിലായാലോ? അതാണ് ITR, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. സ്റ്റോക്ക് ടേൺ ഓവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റേഷ്യോ 6 times ആണ് അല്ലേ? 6 പ്രാവശ്യം, 6 ഇരട്ടിയാണ് നമ്മുടെ ആവറേജ് സ്റ്റോക്കിൻ്റെ 6 ഇരട്ടിയാണ് നമുക്ക് സെയിൽസ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് ITR എന്ന് പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെൻട്രി ആണ്. ഇതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ പറയുന്ന മറ്റൊരു പേരാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. മനസ്സിലാക്കുക, കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയാലും സെയിൽസ് ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ സെയിൽസ് 3 ലക്ഷമാണ്, ഗ്രോസ് പ്രോഫിറ്റ് 20%. അപ്പോൾ സെയിൽസിൻ്റെ മുകളിലാണ് ഗ്രോസ് പ്രോഫിറ്റ് 20% കാണുക. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 20% എന്ന് പറയുന്നത് 60,000 രൂപയാണ്. അപ്പോൾ 3 lakhൽ നിന്ന് 60,000 കുറച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 2,40,000 ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
ആവറേജ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡ് ബൈ 2 ആണ്. അത് 35,000 പ്ലസ് 45,000 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് എത്രയാണ് 80,000 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 40,000 അല്ലേ. അപ്പോൾ നമ്മുടെ ITR എന്ന് പറയുന്നത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 2,40,000 ഡിവൈഡ് ബൈ 40,000 ഈസ് ഈക്വൽ ടു 6 ടൈംസ്. ഇനി ഒരു ഇക്വേഷൻ കൂടി ഇവിടെ എഴുതി കാണിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസികളുടെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് എന്താണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ അപ്ലിക്കേഷൻ ഇല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ചെയ്താലും നമുക്ക് കിട്ടും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ആവറേജ് ഇൻവെൻട്രി കാണാൻ നമുക്ക് എന്ത് വേണം? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും വേണം. ഇനി നമ്മുടെ അടുത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രം ഉള്ളെങ്കിൽ ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് എന്തുപോലെ ഉപയോഗിക്കാം? ആവറേജ് ഇൻവെൻട്രിക്ക് പകരം ക്ലോസിംഗ് സ്റ്റോക്ക് ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നമുക്ക് സോൾവ് ചെയ്യാം. അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആവറേജ് ഇൻവെൻട്രി കാണാനുള്ള മതിയായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല എന്ന് വിചാരിച്ച കുട്ടികൾ അത് വിഷമിക്കേണ്ട കാര്യമില്ല. ക്ലോസിംഗ് ഇൻവെൻട്രി എന്നാൽ ക്ലോസിംഗ് ഇൻവെൻട്രി നമുക്ക് എന്തിന് പകരം ഉപയോഗിക്കാം? ആവറേജ് ഇൻവെൻട്രിക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുട്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ടൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണ്, ഒരു ഹോംവർക്കാണ്. ആ ഹോംവർക്ക് അല്ലെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഹോംവർക്ക് പറയാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഹോംവർക്ക് പറയാം. അടുത്തായിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്വസ്റ്റ്യൻ. പ്രോബ്ലം നമുക്ക് ചെയ്യാം. പേജ് നമ്പർ 272 ഇല്ലസ്ട്രേഷൻ 11 ആണ്. പ്രോബ്ലം ഞാൻ വായിക്കാം. യു ആർ ഗിവൺ ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,60,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിരിക്കുകയാണ്. അപ്പോൾ സെയിൽസ് തന്ന് CGS കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഇല്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. 1,60,000 ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 5 ടൈംസ് ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 5 ഇരട്ടിയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ₹5,000 മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 5,000 രൂപ കൂടുതലാണ് ഇതിനേക്കാൾ, ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ. മനസ്സിലായല്ലോ? ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്കും തന്നിട്ടില്ല. അതിന് പകരം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ITR നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5 ടൈംസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് എന്താണ്? 5,000 മോർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 5,000 രൂപ കൂടുതലാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കിന്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷനാണ്, ഒരു ക്വസ്റ്റ്യനാണിത്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും അതുപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് സ്റ്റോക്ക് ആദ്യം കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മറ്റ് പോയിന്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം ആദ്യം, അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ വെച്ചിട്ട് വേണം നമുക്കിതിലേക്ക് പോകാൻ. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, അതായത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ STR എന്ന് പറയുന്നത് അല്ലെങ്കിൽ ITR എന്ന് പറയുന്നത് 5 ആണ്. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 5 ആണ്. ദെർഫോർ എന്താണ്? ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, ആവറേജ് സ്റ്റോക്ക് കാണാം നമുക്ക്. ദെർഫോർ ഞാൻ ചുരുക്കിയാണ് എഴുതുന്നത് കേട്ടോ. ദെർഫോർ ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു, ആവറേജ് സ്റ്റോക്ക് എങ്ങനെയാണ് കാണുക? CGS ഡിവൈഡ് ബൈ 5. CGS നമുക്ക് തന്നിട്ടുണ്ട്. എത്ര CGS തന്നിട്ടുള്ള? എത്രയാ CGS തന്നിട്ടുള്ള? 1,60,000 ആണ് CGS തന്നിട്ടുള്ളത്. 1,60,000 ആണ് CGS. യെസ്, 1,60,000 ആണ് CGS. ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു
എത്രയാണ്? 32,000, 32,000. ഇതാണ് ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ആവറേജ് സ്റ്റോക്കിലേക്ക് നമ്മൾ എത്തി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് പറയാം എന്താണ്, നമുക്കൊരു കാര്യം ചെയ്യാം. എന്താണ്? ലെറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ബി എക്സ്. ഓപ്പണിംഗ് സ്റ്റോക്കിന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് എന്ന് കൊടുക്കാം. മനസ്സിലായാലോ? ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണ്. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് ആണെങ്കിൽ എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ സ്റ്റോക്ക്. അപ്പോൾ ടോട്ടൽ സ്റ്റോക്ക് എന്ന് പറയുന്നതാണ് ഇത്. ഇനി പറയാം ടോട്ടൽ സ്റ്റോക്ക് എക്സ് പ്ലസ് 5,000 ഈസ് ഈക്വൽ ടു 3,200 ഇൻറ്റു 2. ഞാൻ ഒന്നുകൂടി പറയാം, കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവാം. നമ്മൾ ലെറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ബി എക്സ്. ഓപ്പണിംഗ് സ്റ്റോക്കിന് നമ്മൾ എക്സ് എന്നുള്ള വാല്യൂ കൊടുത്തു. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ചേർന്നാണ് നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക്. സംശയം ഉണ്ടാവില്ല. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ചേർന്നാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സ്റ്റോക്കായി. ഇനി അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ 5,000 കൂട്ടിയതാണ് അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 3,200 ഇൻറ്റു 2. 3,200 എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് ആണ്, ആവറേജ് സ്റ്റോക്കാണ്. ഇതാണ് 32,000 ആണ്. 32,000 ഇൻറ്റു 2. 32,000 എന്ന് പറയുന്നത് നമ്മുടെ ആവറേജ് സ്റ്റോക്കാണ്. അപ്പോൾ 32,000 ഇൻറ്റു 2 അപ്പോൾ എത്ര വരും? അവിടെ നമുക്ക് എന്ത് പറയാം? 2x. എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x പ്ലസ് 5,000. 2x എന്ന് തന്നെയല്ലേ വരിക? 2x പ്ലസ് 5,000 ഈസ് ഈക്വൽ ടു 64,000. Therefore എന്താണ്? 2x ഈസ് ഈക്വൽ ടു 64,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു 64,000 നിന്ന് 5,000 പോയി കഴിഞ്ഞാൽ 59,000. 2x ഈസ് ഈക്വൽ ടു 59,000. ദെൻ x ഈസ് ഈക്വൽ ടു 59,000 എമൗണ്ട് എത്രയാണ്? ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 29,500. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഞാൻ ഒന്നുകൂടി പറയാം, ഈ ക്വസ്റ്റ്യനിൽ ലെറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ബി എക്സ്. ഓപ്പണിംഗ് സ്റ്റോക്കിന് എക്സ് എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി ചേർന്നാണ് നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ 5,000 കൂടി ചേർത്താൽ എന്തായി? ക്ലോസിംഗ് സ്റ്റോക്കായി അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 32,000 ഇൻറ്റു 2. എന്താ 32,000 ഇൻറ്റു 2 വരാൻ കാരണം? 32,000 നമ്മുടെ ആവറേജ് സ്റ്റോക്കാണ്. ആവറേജ് സ്റ്റോക്കിൻ്റെ ഇരട്ടിയാണ് എന്ത്? ടോട്ടൽ സ്റ്റോക്ക് വരിക അല്ലേ? ആവറേജിൻ്റെ ഇരട്ടിയല്ലേ ടോട്ടൽ ആവുക? ആവറേജ് എന്ന് പറഞ്ഞാൽ പകുതിയാണ്. പകുതിയുടെ ഇരട്ടിയാണ് എന്ത് വരിക? ടോട്ടൽ വരിക. അപ്പോൾ 32,000 ഇൻറ്റു 2 അല്ലേ? 32,000. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ സോൾവ് ചെയ്യാണ്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 5,000 ഈസ് ഈക്വൽ ടു 32,000 ഇൻറ്റു 2 64,000. Therefore 2x is equal to 64,000 minus 5,000 is equal to 59,000. 2x എന്ന് പറയുമ്പോൾ 59,000. Then x is equal to 59,000 divided by 2, that is 29,500. x എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്
ഓപ്പണിംഗ് സ്റ്റോക്കാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 29,500 പ്ലസ് എത്രയാണ് 5,000 അല്ലേ. 5,000 എന്ന് പറയുമ്പോൾ 29 30 34,500 34,500 ഇതാണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് വരിക 34,500. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇക്വേഷൻ മെത്തേഡാണ് ഇത്. കുട്ടികൾക്ക് കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. എന്താ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കാണെന്ന് വിചാരിക്കാം. ഇവിടെയാണ് എന്ത് ആവറേജ് സ്റ്റോക്കിൻ്റെ സ്ഥലം. ഞാൻ വേറൊരു മെത്തേഡാണ് കേട്ടോ, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ക്ലാസ്സിലൊക്കെയാണെങ്കിൽ ഈ മെത്തേഡാണ് പറഞ്ഞു തരിക. ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ ആവറേജ് സ്റ്റോക്കാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എത്ര 32,000 അല്ലേ. ഈ 32,000 എന്ന് പറയുന്നത് മിഡിലാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 5,000 കൂടുതലാണ് ഇങ്ങോട്ട് അല്ലേ. അപ്പം മിഡിലേക്ക് എത്ര വരിക? മിഡിലേക്കുള്ള കൂടുതലുള്ള എമൗണ്ട് എത്രയാ? 2,500. ഇവിടേക്കുള്ള എമൗണ്ട് എത്രയാ? 2,500. 32,500 നിന്ന് 2,500 കൂട്ടിയാൽ ഇവിടേക്ക് എത്തും. ഇപ്പം എത്രയാ? 34,500. വിതിൻ മിനിറ്റ്സ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെയൊന്നും വളഞ്ഞു പോകേണ്ട കാര്യമില്ല. സാറിലെ കുട്ടികൾ ഇത് ഈ മെത്തേഡ് അനുസരിച്ച് പോയിക്കോളൂ, കുഴപ്പമില്ല. ഞാനൊരു ഈസി മെത്തേഡ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുകയാണ് വേണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എല്ലാവർക്കും ക്ലാസ്സിലെ 60 കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വേഷൻ മെത്തേഡ് ചെയ്തത്. ഇക്വേഷൻ ഇല്ലാതെ വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ ലോജിക്ക് ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലാസ്സിനാണെങ്കിലും കുറച്ചുകൂടി ലോജിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്തായാലും നമുക്ക് കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ ആണ്. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ ഓർ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ ഓർ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ആണ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഇൻ ദ റിയലൈസേഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. ഇതിൽ പറയുന്നത് ഡെപ്റ്റേഴ്സ് റിയലൈസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റേഷ്യോനെയാണ് ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എഫിഷ്യൻസി ഇൻ ദ റിയലൈസേഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് നമ്മുടെ കടം പിരിച്ചെടുക്കുന്നതിനുള്ള എഫിഷ്യൻസിനെയാണ് എന്തായിട്ട് പറയുന്നത്? ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറയുന്നത്. എ ഹൈ ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ മീൻസ് ഫേവറബിൾ ക്രെഡിറ്റ് പോളിസി ഓർ ദ ഫേം ഈസ് എഫിഷ്യൻറ്റ് ഇൻ റിലൈസിങ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഒരു ഹൈ ഡെപ്റ്റേഴ്സ് ടേൺഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫേവറബിൾ ക്രെഡിറ്റ് പോളിസിയുടെ ഒരു റിസൾട്ടാണ്. അതല്ലെങ്കിൽ ദ ഫേം ഈസ് എഫിഷ്യൻറ്റ് ഇൻ റിയലൈസിങ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ്. ആ ഫേം എന്താണ്? ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് റിയലൈസ് ചെയ്യാൻ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫേമാണ്, എഫിഷ്യൻ്റ് കപ്പാസിറ്റിയുള്ള ഫേമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. എ ലോ റേഷ്യോ മീൻസ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ഈസ് ടു ഹൈ. വളരെ ചെറിയ റേഷ്യോ ആണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് അലൗ ചെയ്യുന്ന പീരീഡ് വളരെ ഹൈ ആണ്, വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈ റേഷ്യോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കടം കളക്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ കടമായിട്ട് ഗുഡ്സ് വിൽക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് എന്തായിട്ട് പറയുന്നത്? ഹൈ റേഷ്യോ ഉള്ള കമ്പനി. ലോ റേഷ്യോ നമുക്കറിയാലോ, നല്ല ക്രെഡിറ്റ് വർത്തനസൊക്കെ ഉള്ള കമ്പനിക്ക് അവരുടെ ക്രെഡിറ്റ് പോളിസി വളരെ കൃത്യമായിരിക്കും. അതിന് മാത്രം സമയം ഉണ്ടായിരിക്കില്ല. 1 മന്ത് അല്ലെങ്കിൽ 15 ഡേയ്സ് ഒക്കെ ആയിരിക്കും അവരുടെ ക്രെഡിറ്റ് പോളിസി എന്ന് പറയുന്നത്. 15 ദിവസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 1 മാസം ആകുമ്പോഴേക്കും നിർബന്ധമായിട്ടും അവർ ക്യാഷ് കളക്ട് ചെയ്തിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ, നല്ല ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് ഒട്ടുമിക്ക നല്ല കമ്പനികളും വളരെ പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ട് ചെയ്യാൻ നിർബന്ധിതരാകും, അല്ലെങ്കിൽ ക്യാഷ് കളക്ട് ചെയ്യുന്നൊരു പോളിസി അവർക്കുണ്ടാവും. അതല്ലെങ്കിൽ നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള നല്ല പേരുള്ള കമ്പനികൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ക്യാഷ് കളക്ട് ചെയ്യുന്നു. അതേസമയം
എന്താണ് അത്ര കണ്ട് റെപ്യൂട്ടഡ് അല്ലാത്ത, അത്ര കണ്ട് എന്താണ് സെയിൽസ് അത്ര കണ്ട് അല്ലെങ്കിൽ അത്ര കണ്ട് ഫേമസ് അല്ലാത്ത കമ്പനികൾ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ സെയിൽസ് എന്ന് പറയുന്ന അവരെ കൂടുതൽ ക്രെഡിറ്റ് പോളിസിയും നല്ല ക്രെഡിറ്റ് പോളിസിയൊക്കെ അലോ ചെയ്യുന്ന കാരണം കൊണ്ടാണ് അവർക്ക് കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ബിസിനസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ക്രെഡിറ്റ് പോളിസിയാണ്. അതല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ ക്യാഷ് കളക്ട് ചെയ്യുന്നു. ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്രെഡിറ്റ് പോളിസി അത്ര നല്ലതല്ല. അവർ ഒരുപാട് സമയം ക്രെഡിറ്റായിട്ട് ബിസിനസ്സിനെ ക്രെഡിറ്റായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. ഡെപ്റ്റേഴ്സ് ഒരുപാട് സമയത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതേസമയം എന്താണ് അവരുടെ ക്രെഡിറ്റ് പീരീഡ് ഭയങ്കര ഹൈ ആണെന്ന് പറയാം. ഇനി നമുക്ക് അതിൻ്റെ റേഷ്യോയിലേക്ക് വരാം. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇതിൻ്റെ റേഷ്യോ ഇതാണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസ്. എന്താ ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ? ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. ടോട്ടൽ സെയിൽസിൽ നിന്ന് ക്യാഷ് സെയിൽസ് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? ക്രെഡിറ്റ് സെയിൽ കിട്ടുക, അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽ കിട്ടും. ദെൻ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ഹോൾ ഡിവൈഡ് ബൈ 2. ഓപ്പണിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് റിസീവബിൾസും ക്ലോസിംഗ് റിസീവബിൾസിൻ്റെയും ആവറേജ് കാണാൻ എന്ത് ചെയ്യുക? രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അല്ലേ? ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് കണക്കാക്കുക. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിനെ എത്ര സമയം എടുത്തിട്ടാണ് അവർക്ക് ഡെപ്റ്റേഴ്സ് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുന്നത് 365 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. 365 എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ ക്യാഷ് കളക്ട് ചെയ്ത് വരുന്നത്. അത് നമുക്ക് മന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. 12 ആയിട്ട് ചെയ്താൽ മതി. 12 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മന്തിൽ കിട്ടും. ഇത്ര 1.5 മാസം ക്രെഡിറ്റ്, 6 മാസം ക്രെഡിറ്റ് എന്നൊക്കെ കിട്ടും കേട്ടോ. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഹോൾ ഇൻറ്റു 365. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഹോൾ ഇൻറ്റു 365 ആണ്. ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഹോൾ ഇൻറ്റു 365 ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ് കളക്ഷൻ പീരീഡിലേക്ക് പോകാൻ പറ്റും. ഇനി നമുക്കൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം പേജ് നമ്പർ 273 ഇല്ലസ്ട്രേഷൻ 12 ആണ്. പേജ് നമ്പർ 273 12ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് കളക്ഷൻ പീരീഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ എന്നാണ്. കളക്ഷൻ പീരീഡ് കണക്കാക്കാനാണ്. കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കളക്ഷൻ കിട്ടുന്നത്, കളക്ഷൻ എടുക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് അത് കണക്കാക്കാനുള്ള കാര്യമാണ്. ആവറേജ് കളക്ഷൻ പീരീഡിന് പകരം കളക്ഷൻ പീരീഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് കണക്കാക്കാനാണ്. പ്രോബ്ലം ഞാൻ വായിക്കാം. ടോട്ടൽ സെയിൽസ്, നമ്മുടെ സെയിൽസ് 3 ലക്ഷം രൂപയാണ്. ക്യാഷ് സെയിൽസ് 50,000 രൂപയാണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ കിട്ടാൻ എന്ത് ചെയ്യണം? ടോട്ടൽ സെയിൽസിൽ നിന്ന് 3 ലക്ഷത്തിൽ നിന്ന് 50,000 കുറച്ചാൽ ക്രെഡിറ്റ് സെയിലായി. ഡെപ്റ്റേഴ്സ്, ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 25,000 ആണ്. BR ഓപ്പണിംഗ് 15,000 ആണ്. ഡെപ്റ്റേഴ്സ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് 35,000 ആണ്. BR ക്ലോസിംഗ് 25,000 ആണ്. ഇത്രയാണ് നമുക്കുള്ള ഡീറ്റെയിൽസ്. ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കളക്ഷൻ പീരീഡാണ് ചോദിച്ചിട്ടുള്ളത്. കളക്ഷൻ പീരീഡ് നമുക്ക് നേരിട്ട് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ DTR വെച്ചിട്ട് കാണാം. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്പം ഇതിൽ നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കാൽക്കുലേറ്റ് കളക്ഷൻ പീരീഡാണ്. അപ്പോൾ കളക്ഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് നേരിട്ട് പോകുന്നതിന് പകരം DTR. എന്താ DTR എന്ന് പറയുന്നത്? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾസ്. ഇത് നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഓർ DTR ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ. ദെൻ
ക്രെഡിറ്റ് സെയിൽസ് ഈസ് ഈക്വൽ ടു ക്യാഷ് അല്ലെങ്കിൽ എന്താണ് ടോട്ടൽ സെയിൽസ്, അതായത് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നെറ്റ് സെയിൽസ് മൈനസ് ക്യാഷ് സെയിൽസ്. നെറ്റ് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് നെറ്റ് സെയിൽസ് തന്നിട്ടുള്ളത്? നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 3 lakhs. 3 lakhs മൈനസ് ക്യാഷ് സെയിൽ എത്രയാണ്? ക്യാഷ് സെയിൽ 50,000 ഈസ് ഈക്വൽ ടു 2,50,000. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽ. ഇനി ആവറേജ് അക്കൗണ്ട് റിസീവബിൾ ഉണ്ട്, അത് കാണാം. ആവറേജ് അക്കൗണ്ട് റിസീവബിൾ, അപ്പോൾ ഓപ്പണിംഗ് അക്കൗണ്ട് റിസീവബിൾ അതിനുള്ള ഇക്വേഷൻ ഇതാണ്. ഓപ്പണിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് അക്കൗണ്ട്സ് റിസീവബിൾ ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ ഓപ്പണിംഗ് കാണുമ്പോൾ ഇവിടെ 2 ഐറ്റംസ് ഉണ്ട് അല്ലേ? 2 ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാണ് 2 ഐറ്റംസ്? ഇപ്പോൾ ഇവിടെ BR ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ ഓപ്പണിംഗ്, ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് 25, BRൻ്റെ ഓപ്പണിംഗ് 15,000 ആണ്. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് ഓപ്പണിംഗ് 25,000 പ്ലസ് 15,000. ഇതാണ് ഓപ്പണിംഗ്. ഏതിൻ്റെ? ഡെപ്റ്റേഴ്സ്. ഇപ്പം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഡെപ്റ്റേഴ്സ് പ്ലസ് BR പ്ലസ് ഇനി അതിൻ്റെ ക്ലോസിംഗ് എന്തൊക്കെയാണ്? ക്ലോസിംഗ് എന്ന് പറയുന്നത് 35,25 35,000 പ്ലസ് 25,000 ഇതാണ് ക്ലോസിംഗ്. അപ്പോൾ ഇവിടെ 25, 10, 35, 40 40,000 പ്ലസ് 35, 20, 55, 2, 55, 60 is equal to 1 lakh divided by 2 is equal to 50,000. 50,000. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം, ഇവിടേക്ക് പോകാം. സെയിൽസ് എത്രയാണ് പറഞ്ഞത്? 2,50,000. ക്രെഡിറ്റ് സെയിൽസ് 2,50,000 ഡിവൈഡഡ് ബൈ 50,000 25. ഇപ്പോൾ എത്രയാണ് വരിക? നമുക്ക് കിട്ടിയത് 5 times. 5 times ആണ് നമ്മുടെ എന്ത്? DTR ഈസ് ഈക്വൽ ടു 5 times. ഇക്വേഷൻ കിട്ടി അല്ലേ? പക്ഷെ നമ്മളോട് അതല്ല പറഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞിട്ടുള്ള ആവറേജ് കളക്ഷൻ പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കാണണം. ദാറ്റ് ഈസ് ആവറേജ് കളക്ഷൻ പീരീഡ്. കളക്ഷൻ പീരീഡാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് കളക്ഷൻ പീരീഡ് ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് ആവറേജ് കളക്ഷൻ പീരീഡ് കാണുക? 365. ഇത് നമുക്ക് മന്തിൽ കാണാം കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എത്രയാണ്? തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ മന്ത് വേണേൽ അങ്ങനെ കാണാം. 365 ഡിവൈഡ് ബൈ എത്രയാണ്? നമ്മുടെ ITR ആണ്. ദാറ്റ് ഈസ് DTR. ഇതാണ് എത്രയാണ്? 365 ഡിവൈഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 73 days. 73 ദിവസമാണ് നമ്മുടെ കളക്ഷൻ പീരീഡ്. അതായത് അതിൻ്റെ അർത്ഥം 73 ദിവസം എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കളക്ഷൻ, നമ്മുടെ ഡെപ്റ്റേഴ്സ് കളക്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ്ലി ഈ മെത്തേഡ് നമുക്ക് വേറെ മെത്തേഡിൽ ചെയ്യാം. ഇതേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. വേറെ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. എങ്ങനെയാണ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാന്ന് നോക്കാം. നമുക്ക് എന്താണ്? ആവറേജ് കളക്ഷൻ പീരീഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതായത് ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ whole divided by average accounts receivable divided by credit sales into 365. ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 50,000 ആണ് അല്ലേ? 50,000 ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് 2,50,000 ഹോൾ ഇൻറ്റു 365 ചെയ്താലും നമുക്ക് എത്ര തന്നെ കിട്ടുക? 73. ഇങ്ങനെയും കണ്ടുപിടിക്കുക. അത് നമ്മൾ ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 മെത്തേഡ് നമ്മൾ ഇക്വേഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ DTR ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ 5 കണ്ടുപിടിച്ചു. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കാതെ തന്നെ നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് കളക്ഷൻ പീരീഡിലേക്ക് വരാം. അതും അങ്ങനെയും ചെയ്യാം. 2 ഇക്വേഷനും പഠിക്കണം. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ഇക്വേഷൻസും പഠിക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനെ ഇവിടെ ആവറേജ് കളക്ഷൻ പീരീഡ് 73 ദിവസമാണ്. അതിൻ്റെ അർത്ഥം 73 ദിവസം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കളക്ട് ചെയ്ത് കിട്ടുന്നത് കേട്ടോ. ഇതാണ് ഈ റേഷ്യോസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുക. 73 ദിവസം ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ 73 ദിവസം എടുത്തിട്ടാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്ത് കിട്ടുന്നത്, നമ്മുടെ ഡെപ്റ്റേഴ്സ് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടുന്നത്. നല്ലൊരു പൊസിഷനാണെന്ന് പറയാൻ വയ്യ. 73 ദിവസം എന്ന് പറയുന്നത് കുറേ അധികം ദിവസമുണ്ട്. അപ്പോൾ നല്ല ഒരു കണ്ടീഷനല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനും മറ്റു കാര്യത്തിനൊക്കെ റേഷ്യോസ് ഉപയോഗിക്കുന്നത്.